കഥ ഇവിടെ തുടങ്ങുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു നൃത്തവിരുന്ന് സംഘടിപ്പിക്കാൻ രാജാവ് തീരുമാനിച്ചു. നവവധുക്കളിൽ ഏറ്റവും നന്നായി നൃത്തം ചെയ്യുന്നത് ആരാണെന്ന് അറിയുകയായിരുന്നു രാജാവിൻ്റെ ഉദ്ദേശം. അതിഥികളെല്ലാം എത്തിച്ചേർന്നു. പാവം ഇവാൻ രാജകുമാരൻ മാത്രം സങ്കടപ്പെട്ടു. ഒരു തവളയുടെ കൂടെ രാജകീയ നൃത്തവിരുന്നിൽ ഞാൻ എങ്ങനെ നൃത്തം ചെയ്യും? അപ്പോൾ തവള അവനോട് സംസാരിച്ചു. വിഷമിക്കണ്ട രാജകുമാര, നൃത്തവിരുന്നിൽ പങ്കെടുത്തുകൊള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ അവിടേക്ക് വരും. തവള രാജകുമാരി സംസാരിക്കുന്നത് കേട്ട് രാജകുമാരൻ അത്ഭുതപ്പെട്ടു. അവൾ പറഞ്ഞത് അവൻ അനുസരിച്ചു. അവൻ നൃത്തവിരുന്നിലേക്ക് നടന്നു. ഇവാൻ പോയി കഴിഞ്ഞ ഉടൻ തവള ഒരു സുന്ദരിയായി രാജകുമാരിയായി മാറി. ഇവാന്റെ കൂടെ നൃത്തം ചെയ്യാൻ വിരുന്ന് നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. സുന്ദരിയായ ആ യുവതി തവള രാജകുമാരിയാണെന്ന് ആർക്കും മനസ്സിലായില്ല. ഭക്ഷണ സമയത്ത് രാജകുമാരി ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തില്ല. പകരം അവയെല്ലാം തൻ്റെ കുപ്പായ കൈക്കുള്ളിൽ തിരുകി. മറ്റു 2 രാജകുമാരികളും തവള രാജകുമാരി ചെയ്യുന്നത് കണ്ടു. അതുപോലെ തന്നെ ചെയ്തു. എല്ലുകളും മുന്തിരിച്ചാറും മറ്റും അവരും കുപ്പായ കൈക്കുള്ളിൽ ഒളിപ്പിച്ചു. ഒടുവിൽ രാജകുമാരിമാർ നൃത്തം ചെയ്യേണ്ട സമയം ആഗതമായി. ഏറ്റവും മൂത്ത വധുവിനെ അവളുടെ രാജകുമാരനോടൊപ്പം നൃത്തം ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടു. പക്ഷെ അവൾ സമ്മതിച്ചില്ല. തവള രാജകുമാരി ആദ്യം നൃത്തം തുടങ്ങട്ടെ എന്നവർ നിർബന്ധിച്ചു. അങ്ങനെ തവള രാജകുമാരി ഇവാൻ രാജകുമാരൻ്റെ ഒപ്പം നൃത്തം തുടങ്ങി. അവളുടെ കുപ്പായ കൈക്കുള്ളിൽ നിന്നും കാടും താടാകവും വിവിധ തരത്തിലുള്ള പക്ഷികളും പ്രത്യക്ഷപ്പെട്ടു. രാജകുമാരി അവതരിപ്പിച്ച മാന്ത്രിക വിദ്യകൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. നൃത്തം അവസാനിച്ചപ്പോൾ എല്ലാം അപ്രത്യക്ഷമായി. ഇത് കണ്ട് തവള രാജകുമാരിയെപ്പോലെ തങ്ങൾക്കും നൃത്തം ചെയ്യാനാകുമെന്ന് മറ്റു 2 രാജകുമാരിമാരും കരുതി. കഷ്ടം! അവർ കുപ്പായ കൈകൾ കുടഞ്ഞപ്പോൾ താഴേക്ക് വീണത് എല്ലുകളും മുന്തിരിച്ചാറും ആയിരുന്നു. അതിഥികൾ ഞെട്ടിപ്പോയി. ദേഷ്യം വന്ന് രാജാവ് നൃത്തം അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടു.